മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. തെരഞ്ഞെടുപ്പിൽ അന്ന് 2009 868 വോട്ടിനാണ് 10 ലക്ഷം വോട്ടർമാരുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അന്ന് പരാജയപ്പെട്ടത്. അന്ന് 5 അപരന്മാരുണ്ടായിരുന്നു. അപരന്മാരെ കൂടി എനിക്ക് ഒന്ന് 10,000-ന് മുകളിൽ വോട്ട് പിടിച്ചു. ഇവിടെ 2 മുഹമ്മദ് റിയാസ്മാരുണ്ട്. ബേപ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി പോകുന്നവരാണ്. അപ്പം അതൊന്നും പ്രബുദ്ധരായ വോട്ടർമാരാണ്. ഇതൊന്നും വോട്ടർമാർ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളല്ല. എതിരാളിക്ക് 4 അപരന്മാരാണ് ഇവിടെ ഉള്ളത്. ഒരേ പേരിൽ 4 പേര് കൂടി മത്സരിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞത് ഇപ്പൊ തന്നെ ഇത്രയും പേടിയാണ് എൻ്റെ എതിരാളിക്ക് എന്നൊക്കെയാണ്. അതിനൊന്നും ഞാൻ പൊതുവെ മറുപടി പാർട്ടി ഞാൻ പറഞ്ഞല്ലോ. അതിന് മറുപടി പറഞ്ഞല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും വിഷയം അദ്ദേഹത്തിനെതിരെ ചില അധിക്ഷേപമൊക്കെ നടക്കുന്നു. നടപടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. ഇത്തരം അധിക്ഷേപങ്ങളെ എങ്ങനെ? അതൊരിക്കലും യോജിക്കാൻ പറ്റില്ല. ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അതൊന്നും. ഈ വ്യക്തിഹത്യയും ഇത്തരം പ്രചരണങ്ങളൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ വിയോജിപ്പുണ്ടാകാം. പക്ഷേ അദ്ദേഹം ഒരു ബഹുമാന്യനായ വ്യക്തിത്വമാണ്. ഒരിക്കലും ഒരാളോടും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല, അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതൊരു ശരിയായ രീതിയല്ല. ഒരിക്കലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ശക്തമായ നിലപാട് അത്തരം വിഷയങ്ങളിൽ പൊതുവെ സ്വീകരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. നിയമപരമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും സംസ്ഥാന നേതാക്കന്മാർ. അതുപോലെ തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടായേക്കാം, അത് രാഷ്ട്രീയമായ വിയോജിപ്പുകളായിട്ട് പോകാം. പക്ഷേ ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ചില കൈവിട്ട വാക്കുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ പോകുന്നുണ്ട്. ചെല്ല, അതുപോലെ തന്നെ അരസംഗി, അതൊക്കെ മാറ്റേണ്ടതല്ല. ഇങ്ങനത്തെ ഒരു മോശമായൊരു ട്രെൻഡ് വരും. മുഖ്യമന്ത്രി ഇന്നലെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് വിവാദമായി. അറിയില്ല എന്താ സംഭവം. ഈ വികസനം ഇത്തരം അതായത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ചർച്ചയാവാറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വികസനം വലിയ നിലയിൽ അനുകൂലമായിട്ടാണ് കാണുന്നത്. വോട്ടർമാരെ കാണുമ്പോൾ പ്രധാനമായ ആളുകൾ ഈ വികസനമാണ് പറയുന്നത്. ഇപ്പോൾ ഈ മണ്ഡലത്തിലൊക്കെ ആണെങ്കിൽ വികസന പ്രവർത്തനത്തെ വലിയ നിലയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ രാമനാട്ടുകര ഭാഗത്ത് വോട്ട് വെച്ച് പോയപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് എല്ലാവരും എടുത്തു പറയുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്, UDF ഭരിക്കുമ്പോൾ മുടങ്ങിപ്പോയ പദ്ധതിയാണ് ദേശീയപാത 66. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ തയ്യാറായി. 5600 കോടി. കോഴിക്കോട് ബൈപ്പാസ് ആകെ ഇല്ലാതായി പോയ സ്ഥിതിയായിരുന്നു. തുടക്കം നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഗവൺമെൻറ് വലിയ നിലയിൽ ഇടപെട്ടു, ബൈപ്പാസ് വന്നു. ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ളവർക്ക് അതിൽ വലിയ ഗുണം കിട്ടുന്നുണ്ട്. കാരണം ആ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ മണ്ഡലത്തിലൂടെയാണ് കോഴിക്കോട്ടേക്ക് പോകേണ്ടത്.